കൊമേഴ്സ് ട്യൂട്ടർ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ക്ലാസ് 12 ബിസിനസ് സ്റ്റഡീസിൻ്റെ ചാപ്റ്റർ 2 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ 4ാമത്തെ പാർട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഹെൻറി ഫയോളിൻ്റെ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിൽ ആദ്യത്തെ 8 മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസാണ് നമ്മൾ ചർച്ച ചെയ്തത്. തുടർന്നുള്ള മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഹെൻറി ഫയോളിൻ്റെ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിലെ അവസാന 6 പ്രിൻസിപ്പിൾസാണ് ഈ വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നത്. സോ ദ 9th പ്രിൻസിപ്പിൾ ഈസ് ദ സ്കാലാർ ചെയിൻ. സ്കാലാർ ചെയിൻ പ്രിൻസിപ്പിളാണ് 9ാമത്തെ ഹെൻറി ഫയോളിൻ്റെ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ. അധികാര ശ്രേണി എന്നാണ് മലയാളത്തിൽ സാധാരണ പറയാറുള്ളത് സ്കാലാർ ചെയിനിന്. സ്കാലാർ ചെയിൻ ഈസ് ദ ഫോർമൽ ലൈൻ ഓഫ് അതോറിറ്റി ഫ്രം ഹയസ്റ്റ് ടു ലോവസ്റ്റ് റാങ്ക് ഇൻ ആൻ ഓർഗനൈസേഷൻ. The formal line of authority from highest to lowest rank are known as scalar chain. ഒരു സ്ഥാപനത്തിലെ അധികാര വിന്യാസമാണ്, അല്ലെങ്കിൽ ടോപ്പ് റാങ്കിൽ നിന്നും ലോവർ റാങ്കിലേക്ക് അധികാരം എങ്ങനെ വിന്യസിച്ചിരിക്കുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആരുടെ കീഴിലാണ് സ്ഥാപനത്തിൽ വരുന്നത് എന്നാണ് സ്കാലാർ ചെയിൻ സൂചിപ്പിക്കുന്നത്. ഏത് സ്ഥാപനത്തിലാണെങ്കിലും അവിടെ ഒരു വ്യക്തമായ സ്കാലാർ ചെയിൻ, ഒരു അധികാര ശ്രേണി ഉണ്ടാവും. സ്കാലാർ ചെയിനിനെ നമുക്ക് 3 അർത്ഥതലത്തിൽ മനസ്സിലാക്കാൻ കഴിയും. നമ്മളിപ്പോൾ കണ്ടതുപോലെ അതൊരു അധികാര ശ്രേണിയാണ്. ആർക്കാണ് കൂടുതൽ അധികാരമുള്ളത്, ആരുടെ കീഴിലാണ് ജോലി ചെയ്യേണ്ടത് എന്ന് വ്യക്തമാക്കുന്ന ഒന്നാണ് സ്കാലാർ ചെയിൻ. അതൊരു ലൈൻ ഓഫ് അതോറിറ്റിയാണ്. രണ്ടാമതായിട്ട് ഇതിനെ ഒരു ചെയിൻ ഓഫ് കമാൻഡ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. ആർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കണം. കാരണം മേലുദ്യോഗസ്ഥനാണ് കീഴുദ്യോഗസ്ഥന് നിർദ്ദേശങ്ങൾ നൽകുന്നത്. അപ്പോൾ ആ സ്കാലാർ ചെയിനിനെ നമുക്ക് ഒരു ചെയിൻ ഓഫ് കമാൻഡ് എന്ന നിലയിൽ വീക്ഷിക്കാവുന്നതാണ്. ആർക്ക് കമാൻഡ് കൊടുക്കണം, ആർക്കാണ് ആജ്ഞ കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. And thirdly, it is a line of apart from line of authority, it is a line of communication. ലൈൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. ആരുമായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എന്ന് വ്യക്തമാക്കുന്ന ഒന്നാണ് സ്കാലാർ ചെയിൻ. ഇത്തരത്തിൽ സ്കാലാർ ചെയിനിനെ നമുക്ക് 3 അർത്ഥതലത്തിൽ മനസ്സിലാക്കാവുന്നതാണ്. ഒന്നാമതായിട്ട് അതൊരു ലൈൻ ഓഫ് അതോറിറ്റിയാണ്, രണ്ടാമതായിട്ട് അതൊരു ചെയിൻ ഓഫ് കമാൻഡ് ആണ്, and thirdly it is a line of communication. So scalar chain is basically it is the formal line of authority from highest to the lowest rank in an organization. According to Fayol, organizations should have a chain of authority and a communication that runs from top to bottom and should be followed by managers and the subordinates. ഹെൻറി ഫയോളിൻ്റെ അഭിപ്രായത്തിൽ ഏത് ഓർഗനൈസേഷൻ ആണെങ്കിലും അവിടെ ചെയിൻ ഓഫ് അതോറിറ്റി അല്ലെങ്കിൽ ഒരു ചെയിൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. അതെല്ലാ മാനേജേഴ്സും സബോർഡിനേറ്റ്സും, കീഴ് ജീവനക്കാരും മാനേജേഴ്സും ഒരേപോലെ ഫോളോ ചെയ്യണം ആ സ്കാലാർ ചെയിൻ. അപ്പോൾ മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്ന ആ സ്കാലാർ ചെയിനിലൂടെ മാത്രമേ കമ്മ്യൂണിക്കേഷൻ നടക്കാൻ പാടുള്ളൂ. അപ്പോൾ സ്കാലാർ ചെയിൻ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ ആ അധികാര ശ്രേണി മുൻകൂട്ടി തീരുമാനിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ടോപ്പ് മാനേജ്മെൻറ്റ് മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്ന ആ സ്കാലാർ ചെയിൻ അതേപടി ഫോളോ ചെയ്യണം. എല്ലാ മാനേജേഴ്സും സബോർഡിനേറ്റ്സും ആ ടോപ്പ് ടു ബോട്ടം ഈ സ്കാലാർ ചെയിനിലൂടെ മാത്രമേ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ സ്ട്രിക്ട്ലി കമ്മ്യൂണിക്കേഷൻ പാടുള്ളൂ എന്നാണ് സ്കാലാർ ചെയിൻ പ്രിൻസിപ്പിൾ പറയുന്നത്. എന്നാൽ നമുക്കറിയാം ഇത്തരത്തിലുള്ള ഒരു ലോങ് സ്കാലാർ ചെയിൻ
വലിയ സ്ഥാപനങ്ങളാണെങ്കിൽ അവിടെ കമ്മ്യൂണിക്കേഷൻ പലപ്പോഴും ഡിലേ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ആശയശോഷണം സംഭവിക്കാം. അപ്പോൾ സ്കാളാർ ചെയിൻ്റെ പരിമിതി ഹെൻറി ഫയോൾ തന്നെ മനസ്സിലാക്കി അതിനൊരു ബദൽ അദ്ദേഹം നിർദ്ദേശിക്കുകയുണ്ടായി. അതാണ് ഗാങ് പ്ലാങ്ക് എന്നറിയപ്പെടുന്നത്. ഫയോൾ ഒബ്സർവ്ഡ് ദാറ്റ് എ ലെങ്തി സ്കാളാർ ചെയിൻ മേ കോസ് ഡിലേ ഇൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് deterioration of messages. Hence he suggested short circuiting in the scalar chain, and it is referred as gangplank. It permits direct communication between managers in the same rank under emergency situations. സ്കാളാർ ചെയിൻ്റെ പരിമിതികൾ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്, ആ സ്കാളാർ ചെയിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൻറി ഫയോൾ നിർദ്ദേശിച്ച ഒരാശയമാണ് ഗാങ് പ്ലാങ്ക് എന്ന് പറയുന്നത്. അതായത് ഒരേ റാങ്കിലുള്ള മാനേജർമാർ തമ്മിൽ അടിയന്തര ഘട്ടങ്ങളിൽ ഡയറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്നുള്ള അഭിപ്രായമാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. കാരണം പ്രത്യേകിച്ച് ഒരു ലെങ്തി സ്കാളാർ ചെയിനാണ് ഒരു സ്ഥാപനത്തിലുള്ളതെങ്കിൽ, പ്രത്യേകിച്ചും വലിയ സ്ഥാപനങ്ങളാകുമ്പോൾ ഒരുപാട് ലെവലിലുള്ള മാനേജേഴ്സ് ഉണ്ടാകുമ്പോൾ അവിടെ കമ്മ്യൂണിക്കേഷൻ ഡിലേ ഉണ്ടാകും, അകാരണമായ കാലതാമസം ഉണ്ടാകുന്നു കമ്മ്യൂണിക്കേഷനിൽ, അല്ലെങ്കിൽ ഡിറ്റീരിയറേഷൻ മെസ്സേജസ് ഉണ്ടാകുന്നു. ആശയങ്ങൾ കൃത്യമായിട്ട് പല തട്ടുകളിലൂടെ പാസ് ചെയ്യപ്പെടുമ്പോൾ അവിടെ അതിന് ശോഷണം സംഭവിക്കാറുണ്ട്, ഡിറ്റീരിയറേഷൻ മെസ്സേജസ് ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് ഈ സ്കാളാർ ചെയിനിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്തുകൊണ്ടാണ് ഗാങ് പ്ലാങ്ക് എന്ന് പറയുന്ന ആശയം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. സോ ആക്ച്വലി ഇറ്റ് ഈസ് എ ഷോർട്ട് സർക്യൂട്ടിംഗ് ഓഫ് ദ സ്കാളാർ ചെയിൻ. അവിടെ അടിയന്തര ഘട്ടങ്ങളിൽ, എമർജൻസി സിറ്റുവേഷനിൽ ഒരേ ലെവലിലുള്ള മാനേജേഴ്സ്, ഒരേ റാങ്കിലുള്ള, ഒരേ പൊസിഷനുള്ള മാനേജേഴ്സ് തമ്മിൽ ഡയറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്നാണ് അദ്ദേഹം പറയുന്നത്. സോ ഫോർ എക്സാമ്പിൾ, മാർക്കറ്റിംഗ് മാനേജറും പ്രൊഡക്ഷൻ മാനേജറും ഒരേ റാങ്കിലുള്ളവരാണ്, ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡുകളാണ്. അപ്പോൾ അവർ ഒരേ റാങ്കിലുള്ളവരായതുകൊണ്ട് അത്യാവശ്യ ഘട്ടങ്ങളിൽ അവിടെ ടോപ്പ് ലെവൽ മറ്റ് ടോപ്പ് ലെവലിലുള്ള ജനറൽ മാനേജറോ അല്ലെങ്കിൽ മാനേജിംഗ് ഡയറക്ടറുമായിട്ടോ ബന്ധപ്പെടാതെ തന്നെ നേരിട്ട് അടിയന്തര ഘട്ടങ്ങളിൽ ഈ മാനേജേഴ്സിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. തുടർന്ന് നമ്മൾ കമ്മ്യൂണിക്കേഷൻ പഠിക്കുന്നിടത്ത് പറയുന്നുണ്ട്, ഈ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനെയാണ് അവിടെ ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഒരേ ലെവലിലുള്ള മാനേജർമാർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഒറിജിനലി സ്കാളാർ ചെയിനിൽ ഇത്തരത്തിലുള്ള ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ പെർമിറ്റ് ചെയ്യുന്നില്ല. എന്നാൽ അത് പലപ്പോഴും അകാരണമായ കാലതാമസം ഉണ്ടാക്കുന്നത് കൊണ്ട് അതിനൊരു ബദലെന്ന നിലയിലാണ് ഗാങ് പ്ലാങ്ക് ഹെൻറി ഫയോൾ സജസ്റ്റ് ചെയ്യുന്നത്. നൽകിയിരിക്കുന്ന ചിത്രം ശ്രദ്ധിക്കുക. ആ ഡയഗ്രത്തിൽ സ്കാളാർ ചെയിൻ, അവിടെ രണ്ട് ലൈൻ ഓഫ് അതോറിറ്റിയാണുള്ളത്, എ ടു ഡി ആൻഡ് ഓൾസോ എ ടു ജി. അവിടെ സ്കാളാർ ചെയിൻ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുമ്പോൾ ഡിയും ജിയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ ഡി സിയുമായിട്ടും സി ബിയുമായിട്ടും ബി എയുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ദെൻ ഡൗൺവേർഡായിട്ട് എ ഇയുമായിട്ടും ഇ എഫുമായിട്ടും എഫ് ജിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പോൾ അകാരണമായ കാലതാമസം അത് വരുത്തിയേക്കാം, അല്ലെ ചിലപ്പോൾ ആശയ ശോഷണത്തിന് അത് കാരണമാക്കിയേക്കാം. അതുകൊണ്ട് ഡിയും ജിയും തമ്മിൽ നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അടിയന്തര ഘട്ടങ്ങളിൽ. കാരണം അവർ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാരാണെങ്കിലും ഒരേ പൊസിഷനുള്ളവരാണെങ്കിൽ അടിയന്തര ഘട്ടങ്ങളിൽ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ പെർമിറ്റ് ചെയ്യാമെന്നാണ് ഗാങ് പ്ലാങ്കിലൂടെ ഹെൻറി ഫയോൾ നിർദ്ദേശിക്കുന്നത്. സോ സ്കാളാർ ചെയിനിൻ്റെ പരിമിതികൾ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൻറി ഫയോൾ സജസ്റ്റ് ചെയ്ത ഒന്നാണ് ഗാങ് പ്ലാങ്ക് എന്ന് പറയുന്നത്. അത് ഒരേ ലെവലുള്ള മാനേജർമാർ തമ്മിൽ അടിയന്തര ഘട്ടങ്ങളിൽ നേരിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അനുവദിക്കുന്ന സ്കാളാർ ചെയിനിൻ്റെ ഒരു എക്സെപ്ഷനായിട്ട് കണക്കാക്കാം. ദെൻ വി ഷാൽ കം ടു ദ നെക്സ്റ്റ് പ്രിൻസിപ്പിൾ, ദാറ്റ് ഈസ് ഓർഡർ, ക്രമം. The principle of order states that a place for everything and everything in its place. A place for everything and everything in its place. ഇതാണ് ഓർഡർ പ്രിൻസിപ്പിൾ പറയുന്നത്. എല്ലാത്തിനും ഒരു ക്രമം ഉണ്ടാവണം. ഒരു സ്ഥാപനത്തിലെ എല്ലാ വസ്തുക്കൾക്കും
അത് ജീവനക്കാരായിക്കോട്ടെ, മെഷീനായിക്കോട്ടെ, എക്യുപ്മെൻറ്റ്സ് ആയിട്ട്, ടൂൾസ് ആയിക്കോട്ടെ, എല്ലാ വസ്തുക്കൾക്കും കൃത്യമായിട്ടൊരു സ്ഥലം നിശ്ചയിക്കണം. അതതിൻ്റെ യഥാസ്ഥലത്ത് ഉണ്ടാകുകയും വേണമെന്നുള്ളതാണ് പൊതുവായിട്ടുള്ളൊരു തത്വം. നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. നിത്യജീവിതത്തിൽ നമ്മളൊക്കെ പറയാറുള്ളൊരു കാര്യം തന്നെയാണ്. നമ്മുടെ വീടുകളിലാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നൊരു കാര്യമാണ് എല്ലാത്തിനും ഒരു ഓർഡർ ഉണ്ടാവണം. സ്കൂളിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും വീടുകളിലാണെങ്കിലും എല്ലാത്തിനും ഒരു ക്രമം വേണമെന്ന് നമ്മൾ പറയാറുണ്ട്. അതുതന്നെയാണ് ഹെൻറി ഫയോൾ ഇവിടെ നിർദ്ദേശിച്ചത്. എവറിത്തിങ് ഹാസ് എ പ്രോപ്പർ പ്ലേസ്. എല്ലാ വസ്തുക്കൾക്കും ഒരു നിശ്ചിത സ്ഥലം മുൻകൂട്ടി തീരുമാനിക്കണം. അത് എല്ലാ സമയത്തും അവിടെ ഉണ്ട് എന്ന് ഉറപ്പാക്കുകയും ചെയ്യണം. അതാണ് ഓർഡർ പ്രിൻസിപ്പിൾ അദ്ദേഹം പറയുന്നത്. എ പ്ലേസ് ഫോർ എവറിത്തിങ് ആൻഡ് എവറിത്തിങ് ഇൻ ഇറ്റ്സ് പ്ലേസ്. ഇഫ് ദർ ഈസ് എ ഫിക്സഡ് പ്ലേസ് ഫോർ എവറിത്തിങ് and it is present there, then there will be no hindrance in activities of business. അപ്പോൾ ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ സ്മൂത്തായിട്ട് പോകണമെങ്കിൽ എല്ലാ വസ്തുക്കളും അതിൻ്റെ യഥാസ്ഥലത്ത് ഉണ്ടാവണം. അല്ലെങ്കിൽ പലപ്പോഴും ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് യഥാസ്ഥലത്ത് ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ മെറ്റീരിയൽസ് യഥാസ്ഥലത്ത് ലഭ്യമല്ലെങ്കിൽ പലപ്പോഴും അത് പ്രൊഡക്ഷനെ തടസ്സപ്പെടുത്തും, അല്ലെങ്കിൽ ബിസിനസ് ആക്ടിവിറ്റീസിനെ അത് തടസ്സപ്പെടുത്താം. അതുകൊണ്ട് എല്ലാത്തിനും ഒരു കൃത്യമായിട്ട് സ്ഥലം ഉണ്ടാവണം, അത് യഥാസ്ഥലത്ത് ഉണ്ടാവണം എന്നുള്ളതാണ് ഓർഡർ പ്രിൻസിപ്പിളിലൂടെ ഹെൻറി ഫയോൾ നിർദ്ദേശിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള നിത്യജീവിതത്തിൽ പ്രായോഗികമായിട്ടുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നത്. എല്ലാത്തിനും ഒരു ക്രമം ഉണ്ടാവണം. ദെൻ ഹി സജസ്റ്റഡ് ഫോർ മെറ്റീരിയൽ ഓർഡർ ആൻഡ് സോഷ്യൽ ഓർഡർ. ഒരേ സമയത്ത് മെറ്റീരിയൽ ഓർഡറും സോഷ്യൽ ഓർഡറും ഫോളോ ചെയ്യണമെന്നാണ് അദ്ദേഹം നിർദ്ദേശിച്ചത്. മെറ്റീരിയൽ ഓർഡർ എന്ന് പറയുന്നത് മെഷീൻസിൻ്റെയും റോ മെറ്റീരിയൽസിൻ്റെയും ടൂൾസിൻ്റെയും എക്യുപ്മെൻറ്റ്സിൻ്റെയും വിന്യാസമാണ്. അതേസമയത്ത് സോഷ്യൽ ഓർഡർ എന്ന് പറയുന്നത് ജീവനക്കാരുടെ വിന്യാസമാണ്. ഹെൻറി ഫയോളിൻ്റെ 11ാമത്തെ പ്രിൻസിപ്പിളാണ് ഇക്വിറ്റി അഥവാ സമത്വം. ദിസ് പ്രിൻസിപ്പിൾ എംഫസൈസസ് kindness and justice in the behavior of managers towards workers. ജീവനക്കാരോട് മാനേജർമാർ പെരുമാറുമ്പോൾ അവിടെ ന്യായവും നീതിയുക്തവുമായിട്ടുള്ളൊരു പെരുമാറ്റമായിരിക്കണമെന്നാണ് ഈ തത്വം അനുശാസിക്കുന്നത്. സമത്വം എന്നുള്ള ഭാവനയോടുകൂടി വേണം, അല്ലെങ്കിൽ സമത്വ ഭാവനയോടുകൂടി വേണം മാനേജർമാർ തൻ്റെ കീഴ് ജീവനക്കാരോട് പെരുമാറാൻ വേണ്ടിയിട്ട്. നോ ഡിസ്ക്രിമിനേഷൻ അഗൻസ്റ്റ് എനി വൺ ഓൺ അക്കൗണ്ട് ഓഫ് സെക്സ്, റിലീജിയൻ, ലാംഗ്വേജ്, കാസ്റ്റ്, ബിലീഫ് ഓർ നാഷണാലിറ്റി. യാതൊരു വിവേചനവും പാടില്ല. അത് ആൺപെൺ വ്യത്യാസം, അല്ലെങ്കിൽ റിലീജിയനോ ലാംഗ്വേജോ കാസ്റ്റോ ബിലീഫോ നാഷണാലിറ്റിയോ, അത്തരത്തിലുള്ള യാതൊരു വക ഡിസ്ക്രിമിനേഷനും പാടില്ല എന്നാണ് ഹെൻറി ഫയോൾ ഈ പ്രിൻസിപ്പിളിലൂടെ ഉദ്ദേശിക്കുന്നത്. ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ആർ ടു ബി എൻഷുർഡ് ഫോർ എംപ്ലോയീസ് ഇൻ ദ ഓർഗനൈസേഷൻ. എല്ലാവർക്കും തുല്യ അവസരം നൽകണം സ്ഥാപനത്തിൽ. ചിലരോട് മാത്രം പക്ഷപാതം കാണിക്കുകയും അല്ലെങ്കിൽ ചിലർക്ക് പ്രത്യേക പരിഗണന കൊടുക്കുകയും എന്നാൽ ചിലരെ അവഗണിക്കുകയും ചെയ്യുന്ന രീതി, അല്ലെങ്കിൽ സ്ത്രീ തൊഴിലാളികൾക്ക് കുറഞ്ഞ കൂലി കൊടുക്കുന്നത്, അത് സെക്സിൽ ആയി പറയുന്ന മെയിൽ ഫീമെയിൽ എന്നുള്ള ഡിസ്ക്രിമിനേഷനാണത്. അപ്പോൾ അത്തരത്തിലുള്ള യാതൊരു വിവേചനവും പാടില്ല. എല്ലാവർക്കും തുല്യ അവസരവും സമത്വ ഭാവനയോടെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇവിടെ തുല്യത എന്നതിലുപരിയായിട്ടുള്ള ഒരാശയമാണ് ഇക്വിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. സമഭാവനയോടുകൂടി കാര്യങ്ങൾ വീക്ഷിക്കേണ്ടതുണ്ട്. തുല്യമായിട്ട് കണക്കാക്കുന്നതിനോടൊപ്പം തന്നെ അതിനെക്കാട്ടിലും ഒരു ഹയർ ലെവലിലുള്ള ഒന്നാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. ചിത്രത്തിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം, അവിടെ ഇക്വിറ്റിയെയും ഈക്വാലിറ്റിയെയും തമ്മിലൊന്ന് കമ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈക്വാലിറ്റിയേക്കാളും ഒരു ഹയർ സ്റ്റേജാണ് ഇക്വിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. തുല്യത എന്നതിലുപരി
സമത്വം എന്നുള്ള ആശയത്തിലേക്കാണ് ഇക്വിറ്റി മുന്നോട്ട് വെക്കുന്നത്. ദെൻ ദ 12th പ്രിൻസിപ്പിൾ ഈസ് സ്റ്റെബിലിറ്റി ഓഫ് ടെനർ ഓഫ് ദ പേഴ്സണൽ. സ്റ്റെബിലിറ്റി ഉണ്ടാവണം. ജീവനക്കാരുടെ സ്ഥാപനത്തിലെ പ്രവർത്തന കാലയളവിൽ ഒരു സ്ഥിരത കൊണ്ടുവരണം. ജീവനക്കാരുടെ സ്ഥാപനത്തിലെ പ്രവൃത്തിയിൽ ഒരു തുടർച്ചയുണ്ടാവണം. അടിക്കടി ജീവനക്കാരെ മാറ്റാൻ പാടില്ല. അക്കോർഡിംഗ് ടു ഫയോൾ, എംപ്ലോയി ടേൺ ഓവർ ഷുഡ് ബി മിനിമൈസ്ഡ് ടു മെയിൻറ്റെയിൻ ഓർഗനൈസേഷണൽ എഫിഷ്യൻസി. സ്ഥാപനത്തിൽ എഫിഷ്യൻസി ഉണ്ടാകണമെങ്കിൽ എംപ്ലോയീസ് ടേൺ ഓവർ കുറയ്ക്കണം. എംപ്ലോയീസ് ടേൺ ഓവർ കുറയണമെങ്കിൽ ജീവനക്കാർ നീണ്ടകാലം നമ്മുടെ സ്ഥാപനത്തിൽ തുടരേണ്ടതുണ്ട്. ജീവനക്കാർ അടിക്കടി മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എംപ്ലോയീസ് ടേൺ ഓവർ ഹയർ ആയിരിക്കും. എംപ്ലോയീസ് ടേൺ ഓവർ മിനിമൈസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഓർഗനൈസേഷൻ എഫിഷ്യൻസി ഉണ്ടാകുകയുള്ളൂ. ജീവനക്കാർ അടിക്കടി മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ സ്ഥാപനത്തിൽ ഒരു തുടർച്ചയുണ്ടാവില്ല. അത് സ്ഥാപനത്തിൻ്റെ എഫിഷ്യൻസിയെ ബാധിക്കും. വൺസ് എംപ്ലോയീസ് ആർ സെലക്റ്റഡ്, they should be kept at their post for a minimum fixed tenure. ഒരാളെ നമ്മുടെ സ്ഥാപനത്തിൽ ജോലിക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു നിശ്ചിത കാലത്തേക്കെങ്കിലും അവരെ ബിസിനസ് തുടരാനുള്ള ഒരു സംവിധാനം ഉണ്ടാവണം. ജീവനക്കാർ നമ്മുടെ സ്ഥാപനത്തിൽ നിന്നും പെട്ടെന്ന് കൊഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. They should be given reasonable time to show results. ജീവനക്കാർക്കൊരു സമയം കൊടുക്കണം. എങ്കിൽ മാത്രമേ അവരിൽ നിന്ന് ബെസ്റ്റ് റിസൾട്ട് കിട്ടുകയുള്ളൂ. അവർ എഫിഷ്യൻ്റ് ആണോ ഇൻഎഫിഷ്യൻ്റ് ആണോ എന്ന് കൃത്യമായിട്ട് കണക്കാക്കാൻ വേണ്ടിയിട്ട് ഒരു നീണ്ട കാലം വേണ്ടി വരും. പെട്ടെന്ന് അവരെ മാറ്റുന്നത് ഒരിക്കലും അഭികാമ്യമല്ല. പലപ്പോഴും നമുക്കറിയാം, പുതിയ ജീവനക്കാർ വരുമ്പോൾ അവിടെ ട്രെയിനിങ് കോസ്റ്റ് കൂടാനുള്ള കാരണം അതാണ്. അപ്പോൾ എംപ്ലോയീസ് ടേൺ ഓവർ ഏറ്റവും മിനിമത്തിൽ വേണം. ജീവനക്കാർ സ്ഥാപനത്തിൽ അടിക്കടി മാറാൻ പാടില്ല. അങ്ങനെ ജീവനക്കാർ മാറിക്കൊണ്ടിരുന്നാൽ സ്ഥാപനത്തിലൊരു തുടർച്ച കിട്ടില്ല. അത് എഫിഷ്യൻസിയെ ബാധിക്കും. ഓർഗനൈസേഷൻ എഫിഷ്യൻസി സാരമായിട്ട് ബാധിക്കും. അത് തന്നെയുമല്ല, നമുക്കറിയാം, ജീവനക്കാർ അടിക്കടി മാറിക്കൊണ്ടിരിക്കുമ്പോൾ പുതിയ ജീവനക്കാർക്ക് ട്രെയിനിങ് കൊടുക്കണം. അവിടെ ട്രെയിനിങ് കോസ്റ്റ് കൂടുതലായിരിക്കും. സോ സ്റ്റെബിലിറ്റി ഓഫ് ടെനർ ഓഫ് പേഴ്സണൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട് ഇൻ ഓർഡർ ടു മിനിമൈസ് ദ എംപ്ലോയീസ് ടേൺ ഓവർ. ദെൻ ദ 13th പ്രിൻസിപ്പിൾ ഈസ് ഇനിഷ്യേറ്റീവ്. മുൻകൈ എടുക്കുക. ഇനിഷ്യേറ്റീവ് മീൻസ് ടേക്കിംഗ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് വിത്ത് സെൽഫ് മോട്ടിവേഷൻ. സ്വയം പ്രേരിതരായി കാര്യങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു താല്പര്യം കാണിക്കലാണ് ഇനിഷ്യേറ്റീവ്. മുൻകൈ എടുക്കലാണ്. ടേക്കിംഗ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് വിത്ത് സെൽഫ് മോട്ടിവേഷൻ. വോളണ്ടറി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരലാണ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ഫയോൾ, workers should be encouraged to develop and carry out their plans for improvements. ജീവനക്കാർക്ക് അവസരം കൊടുക്കണം. അവരുടേതായിട്ടുള്ള പ്ലാനുകൾ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടേതായിട്ടുള്ള പ്ലാനുകൾ ഡെവലപ്പ് ചെയ്യാനും അത് മെച്ചപ്പെടുത്താനും അത് നടപ്പിലാക്കാനുമുള്ള അവസരങ്ങൾ കൊടുക്കണം. ഇനിഷ്യേറ്റീവ് ഷുഡ് ബി എൻകറേജ്ഡ്. എ ഗുഡ് കമ്പനി ഷുഡ് ഹാവ് ആൻ എംപ്ലോയീസ് സജഷൻ സിസ്റ്റം. നല്ലൊരു കമ്പനിയാണെങ്കിൽ, നല്ലൊരു സ്ഥാപനമാണെങ്കിൽ അവിടെ ജീവനക്കാർക്ക് വേണ്ട സജഷൻസ് കൊടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാവണം. ജീവനക്കാരുടെ അഭിപ്രായം മാനിക്കുകയും അവരുടെ പ്ലാനുകൾ, അവരുടെ സജഷൻസ് അത് പരിഗണിക്കുകയും അത്തരത്തിൽ കാര്യങ്ങൾക്ക് മുൻകൈ എടുക്കാനുള്ള അവസരം അവർക്ക് കൊടുക്കുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ സ്ഥാപനത്തിലൂടെ ഒരു കുറും വിശ്വസ്തയോടും കൂടി ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കാനുള്ള ഒരു താല്പര്യം ജീവനക്കാരിൽ ഉണ്ടാകുകയുള്ളൂ. ജീവനക്കാരുടെ അഭിപ്രായങ്ങൾ മാനിക്കുകയും അവരുടെ സജഷൻസ് സ്വീകരിക്കുകയും അവരുടെ പ്ലാനുകൾ അത് വയബിൾ ആണെങ്കിൽ, സ്യൂട്ടബിൾ ആണെങ്കിൽ അത് നടപ്പിലാക്കാൻ അവർക്ക് അവസരങ്ങൾ കൊടുക്കുകയും ചെയ്യേണ്ടത് അവരുടെ താല്പര്യം, സ്ഥാപനത്തിനോട് കൂടുതൽ കുറും വിശ്വസ്തയും താല്പര്യമുണ്ടാകാൻ അത് ഉപകരിക്കും. ജീവനക്കാരിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് സ്ഥാപനത്തിലേക്ക് കിട്ടാനും ആ രീതിയിൽ ജീവനക്കാരുടെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കാനും ഇനിഷ്യേറ്റീവിനുള്ള സാഹചര്യങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. ആൻഡ് ദ ലാസ്റ്റ് പ്രിൻസിപ്പിൾ ഈസ് എസ്പിരിറ്റ് ഡി കോർപ്സ്. യൂണിയൻ ഈസ് സ്ട്രെങ്ത്.
ഐക്യമത്യ മഹാബലം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ടീം വർക്കിൻ്റെ പ്രസക്തിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ആവശ്യകതയാണ്. എ സ്പിരിറ്റ് ഡി കോർപ്സ്, യൂണിയൻ ഈസ് സ്ട്രെങ്ത്. അക്കോർഡിംഗ് ടു ഫയോൾ, മാനേജ്മെൻറ്റ് ഷുഡ് പ്രൊമോട്ട് എ ടീം സ്പിരിറ്റ് ഓഫ് യൂണിറ്റി ആൻഡ് ഹാർമണി എമംഗ് എംപ്ലോയീസ്. ഒരുമയുടേതായിട്ടുള്ള, ഐക്യമത്യത്തിൻ്റേതായിട്ടുള്ള ഒരു ടീം സ്പിരിറ്റ് മാനേജേഴ്സ് ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. മാനേജ്മെൻറ്റ് ഷുഡ് പ്രൊമോട്ട് ടീം വർക്ക് എസ്പെഷ്യലി ഇൻ ലാർജ് ഓർഗനൈസേഷൻസ്. പ്രത്യേകിച്ചും വലിയ സ്ഥാപനങ്ങളാകുമ്പോൾ അവിടെ ഒരു ടീം സ്പിരിറ്റ് വളർത്തിയെടുത്തെങ്കിൽ മാത്രമേ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അവിടെ കോർഡിനേഷൻ സാധ്യമാകണമെങ്കിൽ അത്തരത്തിലുള്ളൊരു ടീം സ്പിരിറ്റ് ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. പ്രത്യേകിച്ചും വൻകിട സ്ഥാപനങ്ങളിൽ കോർഡിനേഷൻ സാധ്യമാക്കണമെങ്കിൽ ഇത്തരത്തിലൊരു ടീം സ്പിരിറ്റ് മാനേജേഴ്സ് ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. എ മാനേജർ ഷുഡ് റീപ്ലേസ് ഐ വിത്ത് വി ഇൻ ഓൾ ഹീസ് കോൺവെർസേഷൻസ് വിത്ത് വർക്കേഴ്സ്. അത്തരത്തിൽ ടീം സ്പിരിറ്റ് ഉണ്ടാക്കാൻ ഒരു എളുപ്പമാർഗമാണ് മാനേജേഴ്സ് വർക്കേഴ്സുമായിട്ട് സംസാരിക്കുമ്പോൾ എപ്പോഴും നമ്മളെന്നുള്ള പ്രയോഗം, ഞാനെന്നുള്ള പ്രയോഗമല്ല. അവിടെ ഒരു ബിലോങ്ങിങ്നെസ് ഫീൽ ചെയ്യിക്കണം ജീവനക്കാരിൽ. തങ്ങളുടെ കൂടിയാണ് ഈ സ്ഥാപനം. അതുകൊണ്ട് തന്നെ മാനേജേഴ്സ് ഷുഡ് റീപ്ലേസ് ഐ വിത്ത് വി. ഞാൻ എന്നതിന് പകരം നമ്മൾ എന്നുള്ള ആ പ്രയോഗത്തിലൂടെ ജീവനക്കാരെ കൂടുതൽ സ്ഥാപനത്തിനോട് അടുപ്പിക്കാനും സ്ഥാപനത്തോട് കൂറും വിശ്വസ്തയും ഉണ്ടാക്കാനും അത്തരത്തിലുള്ള ഒരു ടീം സ്പിരിറ്റിലൂടെ, കോർഡിനേറ്റഡ് എഫേർട്ടിലൂടെ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങൾ എളുപ്പത്തിൽ നിർവഹിക്കാനും കഴിയും. അത്തരത്തിലൊരു ടീം സ്പിരിറ്റ് ഡെവലപ്പ് ചെയ്യണമെന്നുള്ളതാണ് എ സ്പിരിറ്റ് ഡി കോർപ്സ് അഥവാ യൂണിയൻ ഈസ് സ്ട്രെങ്ത് എന്നുള്ള പ്രിൻസിപ്പിളിലൂടെ ഹെൻറി ഫയോൾ മുന്നോട്ട് വെക്കുന്നത്. ഒറ്റക്കെട്ടായ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ ഒരുമയോടുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവരുടെയും അനുരഞ്ജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. സോ എ മാനേജർ ഷുഡ് റീപ്ലേസ് ഐ വിത്ത് വി ഇൻ ഓൾ ഹീസ് കോൺവെർസേഷൻസ് വിത്ത് വർക്കേഴ്സ്. ഹെൻറി ഫയോളിൻ്റെ 14 മാനേജ്മെൻറ്റ് തത്വങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. ആ മാനേജ്മെൻറ്റ് തത്വങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊരു ഫോർമുല വേർഡ് കൂടെ ഒന്ന് പരിചയപ്പെടാം. an acronym to remember Fayol's 14 principles of management. ആ വാക്ക് ഡാഡ് യുഎസ് റൈസ് സോസ് എന്നുള്ളതാണ്. ഡാഡ് യുഎസ് റൈസ് സോസ് എന്നുള്ള വാക്ക് ഓർമ്മിച്ച് വെക്കുകയാണെങ്കിൽ ഈ 14 മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസും ഹെൻറി ഫയോളിൻ്റെ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ഓർത്തു വെക്കാനുള്ള ഒരു അക്രോണിമാണ് അഥവാ ഒരു ഫോർമുല വേർഡാണ് ഡാഡ് യുഎസ് റൈസ് സോസ്. ഇതിലെ ഓരോ ആൽഫബറ്റും ഇതിനെ സൂചിപ്പിക്കുന്നത് നമുക്ക് നോക്കാം. ഡി, ഡിവിഷൻ ഓഫ് ലേബർ. ഡാഡിൻ്റെ ഡി എന്ന് പറയുന്ന ആദ്യത്തെ അക്ഷരം ഡിവിഷൻ ഓഫ് ലേബർ എന്ന് ഓർമ്മിച്ച് വെക്കുക. എ റെപ്രസെൻറ്റ്സ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. ദെൻ തേർഡ് വൺ ഡി റെപ്രസെൻറ്റ്സ് ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ എന്നുള്ള പ്രിൻസിപ്പിളാണ് ഡാഡിൻ്റെ രണ്ടാമത്തെ ഡി സൂചിപ്പിക്കുന്നത്, ഡിസിപ്ലിൻ. ദെൻ യു റെപ്രസെൻറ്റ്സ് യൂണിറ്റി ഓഫ് കമാൻഡ്. ദെൻ ഫോർത്തിലി എസ് റെപ്രസെൻറ്റ്സ് സ്കാളർ ചെയിൻ. യു എസ് യൂണിറ്റി ഓഫ് കമാൻഡ് സ്കാളർ ചെയിനുമാണ് യു എസ്. ദെൻ റൈസ് എന്താണ് നോക്കാം. ആർ റെപ്രസെൻറ്റ്സ് റെമ്യൂണറേഷൻ ടു പേഴ്സണൽ. ജീവനക്കാർക്ക് ന്യായമായ പ്രതിഫലം കൊടുക്കുന്നതാണ് റൈസിൻ്റെ ആർ. ദെൻ സെവൻത്ത് വൺ ഈസ് ഇനിഷ്യേറ്റീവ്. ഐ റെപ്രസെൻറ്റ്സ് ഇനിഷ്യേറ്റീവ്. റൈസിൻ്റെ ഐ ഇനിഷ്യേറ്റീവിനെ സൂചിപ്പിക്കുന്നതാണ്. ദെൻ സി റെപ്രസെൻറ്റ്സ് സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. ദെൻ ഇ റെപ്രസെൻറ്റ്സ് ഇക്വിറ്റി. അപ്പോൾ റൈസ് 4 പ്രിൻസിപ്പിൾസ്: റെമ്യൂണറേഷൻ ടു പേഴ്സണൽ, ഇനീഷ്യേറ്റീവ്, സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ ആൻഡ് ഓൾസോ ഇക്വിറ്റി. ഇതാണ് റൈസ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ദെൻ സോസ് എന്താണെന്ന് നോക്കാം. എസ് റെപ്രസെൻറ്റ്സ്
subordination of individual interest to general interest. Subordination of individual interest to general interest ആണ് എസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദെൻ ഒ റെപ്രസെൻറ്റ്സ് ഓർഡർ ആണ്. ദെൻ യു റെപ്രസെൻറ്റ്സ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. യൂണിറ്റി ഓഫ് കമാൻഡ് നമ്മൾ 4th വൺ ആയിട്ട് കണ്ടു. 12th വൺ ആയിട്ടാണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ ഇവിടെ സൂചിപ്പിച്ചത്. ദെൻ സ്റ്റെബിലിറ്റി ഓഫ് ടേൺ ഓഫ് പേഴ്സൺ ആണ് എസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദെൻ സോസിൻ്റെ ഇ റെപ്രസെൻറ്റ്സ് എസ്പിരിറ്റ് ഡി കോർപ്സ്. ഇപ്പോൾ ഡാഡ് യു എസ് റൈസ് സോസ് എന്നുള്ള വാക്ക് ഓർമ്മിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ 14 പ്രിൻസിപ്പിൾസും എന്താണ് ഓർമ്മിച്ച് വെക്കാൻ എളുപ്പമായിരിക്കും. ഡാഡ് യു എസ് റൈസ് സോസ്. 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻ്റ് ആണ് നമ്മൾ കണ്ടത്. ഈ 14 പ്രിൻസിപ്പിൾസും നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. പലപ്പോഴും എസ് എ ക്വസ്റ്റ്യൻസ് ഈ 14 പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തുകൊണ്ട് ചോദിക്കാറുണ്ട്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദീസ്. ദെൻ വി ഷാൽ ഡിസ്കസ് അബൌട്ട് എ ലാസ്റ്റ് ടോപ്പിക് ഇൻ ദിസ് ചാപ്റ്റർ. ഒരു ടോപ്പിക് കൂടെ ഇവിടെ അവശേഷിക്കുന്നുണ്ട്. എ കമ്പാരിസൺ ഓഫ് ഹെൻറി ഫയോൾസ് പ്രിൻസിപ്പിൾസ് ആൻഡ് ടൈലേഴ്സ് പ്രിൻസിപ്പിൾസ്. അത് നമ്മൾ FW ടൈലറുടെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് പഠിച്ചു. പിന്നീട് ഹെൻറി ഫയോളിൻ്റെ 14 പ്രിൻസിപ്പിൾസ് പഠിച്ചു. ക്ലാസിക്കൽ മാനേജ്മെൻറ്റ് തിയറിയിലെ 2 പ്രധാനപ്പെട്ട വക്താക്കളാണ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മാനേജ്മെൻറ്റ് സ്കോളേഴ്സായിരുന്നു ഹെൻറി ഫയോളും FW ടൈലറും. രണ്ടാളുടെയും തിയറീസ് ക്ലാസിക്കൽ സ്കൂൾ ഓഫ് തോട്ടിൻ്റെ ഭാഗമാണ്. തന്നെയുമല്ല രണ്ടുപേരും എൻജിനീയറായിട്ട് ജോലിയിൽ പ്രവേശിച്ച് തുടർന്ന് മാനേജേഴ്സായി ആ പരിചയത്തിലൂടെയാണ് പല പ്രിൻസിപ്പിൾസും ഡെവലപ്പ് ചെയ്തത്. അത്തരം സിമിലാരിറ്റീസ് ഉണ്ട്. എന്നാൽ അവരുടെ പ്രിൻസിപ്പിൾസ് തമ്മിൽ ചില വ്യത്യാസങ്ങൾ നമുക്ക് ദർശിക്കാൻ കാണാം. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ നോക്കുക. ദ ഫസ്റ്റ് ഡിഫറൻസ് ഈസ് ബേസ്ഡ് ഓൺ ദ പെർസ്പെക്റ്റീവ്. അവരുടെ പെർസ്പെക്റ്റീവിലുള്ള കാഴ്ചപ്പാടിലുള്ള വ്യത്യാസം എന്തായിരുന്നു? ഹെൻറി ഫയോള് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രിൻസിപ്പിൾസ് ഡെവലപ്പ് ചെയ്തത്. എന്നാൽ FW ടൈലർ ആകട്ടെ ഷോപ്പ് ഫ്ലോർ ലെവൽ ഓഫ് ഫാക്ടറി എന്ന് പറഞ്ഞാൽ സൂപ്പർവൈസറി ലെവലിലുള്ള ഷോപ്പ് ഫ്ലോർ ലെവൽ ഓഫ് എ ഫാക്ടറിയിലെ ഒരു സിറ്റുവേഷനിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം പ്രിൻസിപ്പിൾസ് ഡെവലപ്പ് ചെയ്തത്. ഹെൻറി ഫയോൾ പ്രിൻസിപ്പിൾസ് ഡെവലപ്പ് ചെയ്തത് ടോപ്പ് ലെവൽ മാനേജേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാണ്. എന്നാൽ FW ടൈലർ ആകട്ടെ ഒരു സൂപ്പർവൈസറുടെ ഒരു ഫോർമാൻ്റെ ലെവലിൽ നിന്നുകൊണ്ട് ചിന്തിച്ചിട്ടാണ്. അതായത് ഷോപ്പ് ഫ്ലോർ ലെവൽ ഓഫ് ഫാക്ടറിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിൾസ് അദ്ദേഹം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ദെൻ യൂണിറ്റി ഓഫ് കമാൻഡ്. ഹെൻറി ഫയോള് സ്ട്രോങ് ആയിട്ട് യൂണിറ്റി ഓഫ് കമാൻഡിന് വേണ്ടി വാദിച്ചയാളാണ്. ഒരു കീഴുദ്യോഗസ്ഥന് ഒറ്റൊരു മേലുദ്യോഗസ്ഥനെ പാടുള്ളൂ. അതിൽ കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ട് അതിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പ്രിൻസിപ്പിളാണ് അദ്ദേഹം കൊണ്ടുവന്നത്. യൂണിറ്റി ഓഫ് കമാൻഡിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് അദ്ദേഹം കൊടുത്തിരുന്നു. എന്നാൽ FW ടൈലർ ആകട്ടെ ഫങ്ഷണൽ ഫോർമാൻഷിപ്പാണ് സജസ്റ്റ് ചെയ്തത്. ഹി സജസ്റ്റഡ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് ഇൻ വിച്ച് എ വർക്കർ റിസീവ്ഡ് ഓർഡേഴ്സ് ഫ്രം 8 സ്പെഷ്യലിസ്റ്റ്. 8 സ്പെഷ്യലിസ്റ്റുകൾ അടങ്ങുന്ന ഒരു ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് പറയുന്ന ആശയമാണ് FW ടൈലർ ഊന്നൽ കൊടുത്തത്. സ്പെഷ്യലൈസേഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അവിടെ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് സജസ്റ്റ് ചെയ്ത ആളാണ് FW ടൈലർ. എന്നാൽ യൂണിറ്റി ഓഫ് കമാൻഡ് വേണമെന്ന് വാദിച്ച ആളാണ് ഹെൻറി ഫയോൾ. ദെൻ തേർഡ്ലി ആപ്ലിക്കബിലിറ്റി നോക്കുകയാണെങ്കിൽ ഹെൻറി ഫയോൾസ് പ്രിൻസിപ്പിൾസ് ആർ ആപ്ലിക്കബിൾ യൂണിവേഴ്സലി, എല്ലാത്തരം സ്ഥാപനങ്ങളിലും. എല്ലാ സ്ഥലത്തും എല്ലാ തരം സ്ഥാപനങ്ങളിലും ഒരേപോലെ ബാധകമായിട്ടുള്ള തത്വങ്ങളാണ് ഹെൻറി ഫയോൾ ഡെവലപ്പ് ചെയ്ത 14 പ്രിൻസിപ്പിൾസ്. ബട്ട് FW ടൈലേഴ്സ് പ്രിൻസിപ്പിൾസ് ആർ ആപ്ലിക്കബിൾ ടു സ്പെഷ്യലൈസ്ഡ് സിറ്റുവേഷൻ. അതായത് പ്രത്യേകിച്ച് ഫാക്ടറിയിലെ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു ഫാക്ടറിയിലെ
പ്രൊഡക്ഷൻ സിറ്റുവേഷനിലുള്ള റിലേറ്റഡ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസാണ് അദ്ദേഹം ഡെവലപ്പ് ചെയ്തത്. എല്ലാത്തരം സ്ഥാപനങ്ങളിലും അത് പ്രായോഗികമായി എന്ന് വരില്ല. പ്രത്യേകിച്ചും അവിടെ മാനുഫാക്ചറിങ് കൺസേൺസിന് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസിലാണ് കൂടുതൽ അത് പ്രായോഗികമായിട്ടുള്ളത്. ദെൻ ഫോർത്തിലി അബൌട്ട് ബേസിസ് ഓഫ് ഫോർമേഷൻ. പേഴ്സണൽ എക്സ്പീരിയൻസിലൂടെയാണ് പ്രധാനമായിട്ട് ഹെൻറി ഫയോൾ തൻ്റെ പ്രിൻസിപ്പിൾസ് ഡെവലപ്പ് ചെയ്തത്. എന്നാൽ ഒബ്സർവേഷൻ ആൻഡ് എക്സ്പെരിമെൻറ്റേഷനിലൂടെയാണ് FW ടൈലർ പ്രിൻസിപ്പിൾസ് ഡെവലപ്പ് ചെയ്തത്. ഒരുപാട് ഗവേഷണങ്ങളും നിരീക്ഷണങ്ങളും നടത്തിയിട്ടാണ് FW ടൈലർ ബ്രിക്ക് ലേയിങ്ങുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹം ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി. ജീവനക്കാരെ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി തൻ്റെ നിരന്തരമായുള്ള ഒബ്സർവേഷനിലൂടെയും എക്സ്പെരിമെൻറ്റേഷനിലൂടെയാണ് FW ടൈലർ പല പ്രിൻസിപ്പിൾസും ഡെവലപ്പ് ചെയ്തത്. എന്നാൽ ഹെൻറി ഫയോൾ ആകട്ടെ തൻ്റെ മാനേജറായിട്ടുള്ള അനുഭവത്തിൽ നിന്നാണ് എല്ലാ പ്രിൻസിപ്പിൾസും ഡെവലപ്പ് ചെയ്തത്. ദെൻ അഗെയിൻ ഫോക്കസ് എന്തിലായിരുന്നു? ഇംപ്രൂവിങ് ഓവറോൾ അഡ്മിനിസ്ട്രേഷൻ, അതിൽ ഫോക്കസ് ചെയ്യുന്നതായിരുന്നു ഹെൻറി ഫയോൾ. ഓവറോൾ അഡ്മിനിസ്ട്രേഷനിലായിരുന്നു ഹെൻറി ഫയോളിൻ്റെ ഫോക്കസ് എങ്കിൽ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു FW ടൈലറിൻ്റെ ഫോക്കസ്. ദെൻ പേഴ്സണാലിറ്റി നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഹെൻറി ഫയോൾ ഒരു പ്രാക്ടീഷണറായിരുന്നു, ഒരു മാനേജ്മെൻറ്റ് പ്രാക്ടീഷണറായിരുന്നു. എന്നാൽ FW ടൈലർ ഒരു സയൻറ്റിസ്റ്റ് ആയിരുന്നു. ബേസിക്കലി മാനേജറായിട്ട് ആക്ട് ചെയ്തെങ്കിലും അദ്ദേഹം ഒരു സയൻറ്റിസ്റ്റ് കൂടിയായിരുന്നു. ദെൻ ലാസ്റ്റ്ലി അബൌട്ട് എക്സ്പ്രഷൻ. ഹെൻറി ഫയോൾ ഡെവലപ്പ് ചെയ്തത് ജനറൽ തിയറി ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു. എന്നാൽ FW ടൈലർ ഡെവലപ്പ് ചെയ്തത് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആയിരുന്നു. അവരുടെ തിയറിയിലുള്ള വ്യത്യാസം അതാണ്. രണ്ടും ക്ലാസിക്കൽ തിയറിയുടെ ഭാഗമാണ്, അല്ലെങ്കിൽ ക്ലാസിക്കൽ സ്കൂൾ ഓഫ് തോട്ടിൻ്റെ ഭാഗമായിരുന്നെങ്കിലും രണ്ട് സെപ്പറേറ്റ് തിയറീസാണ് അവർ ഡെവലപ്പ് ചെയ്തത്. ഹെൻറി ഫയോൾ ഡെവലപ്പ് ചെയ്തതാകട്ടെ ജനറൽ തിയറി ഓഫ് അഡ്മിനിസ്ട്രേഷനാണ്. FW ടൈലർ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസാണ് ഡെവലപ്പ് ചെയ്തത്. സോ ദീസ് ഓൾ ആർ ദ മെയിൻ ഡിഫറൻസസ് ബിറ്റ്വീൻ the principles of Henry Fayol and FW Taylor. So thank you for watching this video. Thank you all.